ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ക്ലാസ്സുമായി ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒരു മൊഡ്യൂളിന്റെ വിനിമയത്തിന് ശേഷം, അതായത് ടീച്ചിങ്ങിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏത്? ഒരു മൊഡ്യൂളിന്റെ വിനിമയത്തിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ. അതായത് നമ്മളിപ്പോ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 ചാപ്റ്ററുകൾ വരാം അല്ലെ. അതിനകത്ത് എക്സ്ട്രാ ആക്ടിവിറ്റികളും കാര്യങ്ങളും എല്ലാം വരാം. അപ്പൊ അങ്ങനെ ഒരു മൊഡ്യൂൾ പഠിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം അതിനകത്തെ പഠന പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് ടീച്ചർ എന്തു ചെയ്യും? അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു രേഖ തയ്യാറാക്കും. അതിന് പറയുന്ന പേരെന്താണെന്നാണ്? സഞ്ചിത രേഖയാണോ, അഥവാ നമ്മൾ അനക്ഡോട്ടൽ റെക്കോർഡുണ്ട്, ക്യുമുലേറ്റീവ് റെക്കോർഡുണ്ട് അല്ലെ. അങ്ങനെ ഇതിൽ ഏതെങ്കിലും രേഖകളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്നും അല്ല. ഇവിടെ വരുന്ന ഉത്തരം പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്റ്റീവ് നോട്ടാണ് കേട്ടോ. പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്റ്റീവ് നോട്ടാണ് ഇവിടെ വരിക ഉത്തരം. അടുത്തത്, ബ്രൂണറുടെ സിദ്ധാന്ത പ്രകാരം ഒരു പഠിതാവ് ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്നത് വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രകാരം, അക്കോർഡിംഗ് ടു ബ്രൂണേഴ്സ് തിയറി ഇൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, in which stage the student gets everything through language, അല്ലെങ്കിൽ ആ കൊഗ്നിറ്റീവ് സ്കില്ലുകൾ കുട്ടി നേടുന്നത് ഭാഷ ഉപയോഗിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് വരുന്നത്. അപ്പോ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്ന വൈജ്ഞാനിക വികാസ തത്വങ്ങൾ ആവിഷ്കരിച്ചത് പ്രധാനമായിട്ടും 2 പേരാണ്. ഒന്നെന്ന് പറയുന്നത് ജീൻ പിയാഷെയും രണ്ടാമത്തെ എന്ന് പറയുന്നത് ബ്രൂണറുമാണ്. ജീൻ പിയാഷെയാണ് ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ബ്രൂണറാണ്. ബ്രൂണറാണ്. അതിൽ ജീൻ പിയാഷെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ജീൻ പിയാഷെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ബ്രൂണർ ആവട്ടെ അതല്ല, ഓരോ കാലഘട്ടത്തിലും എത്തുന്ന മുറയ്ക്കാണ് തരംതിരിച്ചിരിക്കുന്നത്. ജീൻ പിയാഷെ 4 ഘട്ടങ്ങളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്ദ്രിയ ജാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജസ് ആയിട്ടാണ് ജീൻ പിയാഷെ തരംതിരിച്ചിരിക്കുന്നത്. എന്നാൽ ബ്രൂണർ ആവട്ടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് എന്നിങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതില് ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ദ്രിയജാല ഘട്ടം എടുക്കുവാണെങ്കിൽ വസ്തുസ്ഥൈര്യമുണ്ട്, റിഫ്ലക്റ്റീവ് ആക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രാക് മനോവ്യാപാര ഘട്ടം എടുത്ത് അതിനകത്തൊരു 3-4-5 ആക്ടിവിറ്റീസ് ഉണ്ട്. മൂർത്ത മനോവ്യാപാര ഘട്ടം എടുത്ത് അതിനകത്ത് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഗ്രൂപ്പിംഗ് ഒക്കെ അതിനകത്താണ്. ദെൻ ഫോർമൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം എടുത്ത് അതിനകത്താണ് അമൂർത്ത ചിന്ത, ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് ഒക്കെ വരുന്നത് അതിലാണ്. അങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റീസും ഓരോ ഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായി പഠിക്കാനുണ്ട്. ഇനി ബ്രൂണേറിയൻ ഘട്ടത്തിലേക്ക് വന്നാൽ പ്രവർത്തന ഘട്ടം, പ്രവർത്തനങ്ങളാണ്. ഇനാക്റ്റീവ് സ്റ്റേജിൽ ആക്റ്റീവ് ആണ്, കുട്ടിയുടെ ആക്ടിവിറ്റീസ് ആണ് അവനെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ നേടാനും പഠിക്കാനും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുക. അതാണ് പ്രവർത്തന ഘട്ടം. ബിംബന ഘട്ടം എന്ന് പറഞ്ഞാൽ കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുന്ന ഘട്ടമാണ്. അതായത് ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മെന്റൽ ഇമേജസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുവാണെങ്കിൽ ആ വസ്തു ഇന്നതാണ് എന്ന് മെന്റൽ ഇമേജ് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ റെയിൻബോ എന്നൊക്കെ ഉള്ള ഒരു സങ്കല്പം കുട്ടിയിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ്. പ്രതിരൂപാത്മക ഘട്ടം എന്ന് വെച്ചാൽ സിംബോളിക് ആണ്. അവിടെ കുട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ മറ്റ് സിംബൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. അവിടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ ബ്രൂണറുടെ 3 ഘട്ടങ്ങളാണ് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മഘട്ടം. ബ്രൂണറുടെ 3 ഘട്ടങ്ങളാണ് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മഘട്ടം. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മഘട്ടം എന്നീ 3 ഘട്ടങ്ങൾ. അതിൽ പ്രതിരൂപാത്മക ഘട്ടത്തിലാണ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്ന ഘട്ടം, അല്ലെ മനസ്സിലാക്കുന്ന ഘട്ടം, അല്ലെ ഗ്രഹിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഏത് ഘട്ടമാണ്? പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടം എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിഭാധനരായ കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിഭാധനനായ കുട്ടി എന്ന് വെച്ചാൽ ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനത്തിന് എന്താ ഉപയോഗിക്കുന്ന? ഏകവ്യക്തി പഠനം, കേസ് സ്റ്റഡിയാണ്. ഓക്കെ, ഉത്തരം സിമ്പിൾ. ഓക്കെ, ഒരു വ്യക്തിയെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിന് ഉപയോഗിക്കുന്നതാണ് ഏകവ്യക്തി പഠനം എന്നാണ് മലയാളത്തിൽ പറയുക. ഇനി ഇത് കേസ് സ്റ്റഡി എന്ന് ഇംഗ്ലീഷിലും അല്ലെ ഇംഗ്ലീഷിലും വരാറുണ്ട് കേട്ടോ, കേസ് സ്റ്റഡി എന്ന് പറയാറുണ്ട്. ഓക്കെ, ഒരു വ്യക്തിയെ കുറിച്ചുള്ളത് പ്രതിപാദനാവട്ടെ, ഡെലിക്വന്റ് ആവട്ടെ, MR ആവട്ടെ, ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേസ് സ്റ്റഡി അഥവാ ഏകവ്യക്തി പഠനം. വളരെ സാർവത്രികമായി കണ്ടുവരുന്ന വികാസപരമായ വൈകല്യം. നമ്മള് പഠന വൈകല്യം കണ്ടിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഈ 4 തരം വൈകല്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാ? പഠന വൈകല്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ വികാസപരമായ വൈകല്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ എന്തൊക്കെ? കായികപരമായ വൈകല്യം അല്ലെ ചാലകപരമായിട്ടുള്ള മൂവ്മെന്റിന് ചാലകപരമായ വൈകല്യം വരാം, ഭാഷാ വൈകല്യം. അതായത് വികാസ ഏരിയ ഏതൊക്കെയാ? നമ്മളിലെ വികസന ഏരിയ ഏതൊക്കെയാ? കായികം, ചാലകം, ബുദ്ധി, പിന്നെ എന്താണ്? ഭാഷാ വൈകല്യം വരാം, ഭാഷ വരാം, സാമൂഹിക വികസനം നമ്മളിൽ വരാം, സാംസ്കാരിക വികസനം. ഇതൊക്കെയാണ് നമ്മളിലെ വികസനപരമായ ഏരിയാസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വികാസപരമായ പൊതുവെ കണ്ടുവരുന്ന സാർവത്രികമായി കണ്ടുവരുന്ന വികാസ വൈകല്യം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇവിടെ ഇന്റലിജൻസ് അഥവാ ബുദ്ധി എന്നുള്ളതാണ് വരിക. പൊതുവെ കണ്ടുവരുന്നത് ബുദ്ധി വൈകല്യം കണ്ടുവരാറുണ്ട്. കുട്ടികളിലെ നൈതിക വികാസം എപ്പോഴും ഓർത്തു വയ്ക്കുക. നൈതിക വികാസത്തിന് മറ്റൊരു പേരാണ് സാൻമാർഗിക വികാസം. നൈതിക വികാസത്തിന് മറ്റൊരു പേരാണ് സാൻമാർഗിക വികാസം അഥവാ മോറൽ ഡെവലപ്മെന്റ്. നൈതിക വികാസ സംബന്ധിച്ച പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റിന്റെ പ്രൊപ്പോണന്റ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് എന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോറൻസ് കോൾബർഗ് ആണ് അല്ലെ? നൈതിക വികാസം സംബന്ധിച്ച പഠനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ കോൾബർഗ് ആണെന്ന് പറയാം. നൈതിക വികാസം സംബന്ധിച്ച പഠനം നടത്തിയത് കോൾബർഗ് ആണെന്ന് കാണാം. സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തിന് പറയുന്ന പേരെന്ത്? ഇത് ഇങ്ങനെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ എഴുതുള്ളൂ. കാരണം ഇത് വരും. നമ്മൾ ഇങ്ങനെ കണ്ണുമിഴിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും പിള്ളേരുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അയ്യോ, ഇത് മിസ് പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മൾ 100 വട്ടം പറഞ്ഞു പോയിട്ടുള്ളതാണ്, ശ്രദ്ധിക്കാത്തതാണ്. ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒരുപാട് കേട്ടിട്ട് എക്സാമുകളിൽ കയറി ഇറങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉത്തരമാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യമുള്ള, വേറെ ഒന്നുമില്ല, സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസമാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അഥവാ അനുപൂരക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ് അനുപൂരക വിദ്യാഭ്യാസം? അനുപൂരക വിദ്യാഭ്യാസം, അനുപൂരക വിദ്യാഭ്യാസം. ഓക്കെ, സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യമുള്ള, കൾച്ചറലി സോഷ്യലി ഡിപ്രൈവ്ഡ് സെഷനെ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അഥവാ അനുപൂരക വിദ്യാഭ്യാസം. പഠിച്ചു വെക്കണേ. അടുത്തത്,
ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിയാഗവേഷണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കർട്ടിലിവിനാണെങ്കിലും ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് സ്റ്റീഫൻ എം കോറിയാണ്. ആരാണ്? സ്റ്റീഫൻ എം കോറി. ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഒരു ബൗദ്ധിക പ്രവർത്തനം, ബൗദ്ധികം എന്ന് വെച്ചാൽ ബുദ്ധിപരം, ഓക്കെ, ഇന്റലിജൻസ്. ഒരു ബൗദ്ധിക പ്രവർത്തനത്തിന് 3 തലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഉള്ളടക്കം, പ്രക്രിയ, ഉൽപ്പന്നം. ഇതിനെക്കുറിച്ച് ഈ ആശയങ്ങളെ സംബന്ധിച്ച് ഉൾക്കാഴ്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ബുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത ബൗദ്ധിക പ്രവർത്തനം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ആണ് അല്ലെ. അപ്പൊ ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി, 2 ഫാക്ടർ തിയറി, മൾട്ടി ഫാക്ടർ തിയറി, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ മോഡൽ, ട്രയാർക്കിക് തിയറി, ദെൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഓർ ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ഇങ്ങനെ നമുക്ക് ബുദ്ധി സിദ്ധാന്തങ്ങൾ, അതായത് മലയാളത്തിൽ പറയുമ്പോൾ ഏകഘടകം, ബഹുഘടകം, ദ്വിഘടകം, സംഘഘടകം, ബുദ്ധിഘടനാ മാതൃക, ഖരബുദ്ധി, ദ്രവബുദ്ധി, ട്രയാർക്കിക് സിദ്ധാന്തം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്നിങ്ങനെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ബൗദ്ധിക പ്രവർത്തനത്തിന് 3 തലങ്ങളുണ്ടെന്നും അത് യഥാക്രമം ഉള്ളടക്കം, ഉൽപ്പന്നം, പ്രക്രിയ എന്നിവയാണെന്നും കണ്ടു. അങ്ങനെയാകുമ്പോൾ ബുദ്ധിയുടെ ത്രിമുഖമാണ് അല്ലെ. 3 മുഖങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. ഉള്ളടക്കമുണ്ട്, പ്രക്രിയയുണ്ട്, ഉൽപ്പന്നമുണ്ട്. 3 തലങ്ങൾ, 3 മുഖങ്ങളുണ്ട്. അപ്പൊ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് 3 മുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞത്, 3 തലങ്ങളുണ്ട് അല്ലെ 3 മുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് ഗിൽഫോർഡ് ആണ്. ആരാണ്? ഗിൽഫോർഡ്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റെതാണ്. പഠിച്ചു വെക്കണം. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയാം. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ മോഡൽ എന്നാണ് പറയുക. അടുത്തത് +2 പരീക്ഷയിൽ പരാജയപ്പെട്ട വിനോദ് പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്റെ മൂത്ത സഹോദരൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. ഇവിടെ വിനോദ് അനുവർത്തിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ഓൾറെഡി +2 അവൻ തോറ്റു. എന്നാൽ അവൻ ആ തോൽവിയൊട്ട് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? തന്റെ തോൽവി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തന്റെ ചേട്ടന് കിട്ടിയ വിജയത്തെ കുറിച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ അയ്യോ അവനുണ്ടല്ലോ, അവന് കിട്ടിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാ. അതായത് അവന്റെ തോൽവി അവൻ മറന്ന് ചേട്ടന്റെ വിജയത്തെ അവൻ അവന്റെ വിജയമായി കാണുന്നു. ഓക്കെ, +2 അവൻ പരാജയപ്പെട്ടു. ആ തോൽവി അവൻ മറന്നുകൊണ്ട് ചേട്ടന്റെ വിജയം തന്റെ വിജയമായി കാണുന്നു. ആ പ്രതിരോധ തന്ത്രമാണ് ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം എന്ന് പറയുന്നു. നമ്മൾ മറ്റൊരാളാണ്, അവരുടെ വിജയം എന്റെ വിജയമാണ് എന്ന് വിചാരിക്കുന്നതിനെയാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. എന്താണ് താദാത്മീകരണം എന്ന് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം എന്നും പറയാം അല്ലെ. താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ. കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം. പഠനത്തെ അല്ല, പഠന നേട്ടത്തെ. ആ പോയിന്റ് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. മുദ്ര ശ്രദ്ധിക്കുക എന്ന് നമ്മൾ പറയാറില്ല, മുദ്ര ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പോലെ ഇതൊരു വലിയ മുദ്രയാണ്. പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന, കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഏത്? ബുദ്ധി എന്ന് പറയുന്നത്. പഠനമാണെങ്കിൽ നമുക്ക് അഭിപ്രേരണ വരാം, പഠന സാഹചര്യങ്ങൾ വരാം, പഠിതാവ് വരാം. ഇത് പഠന നേട്ടമാകുമ്പോൾ ബുദ്ധി ആണ് വരിക. പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയം ഏത് ബോധന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയം പ്രോജക്റ്റ് രീതിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രോജക്റ്റ് രീതി, പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ബോധന രീതിയാണ് അല്ലെ. പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ബോധന രീതിയാണ്. സോ പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയം പ്രോജക്റ്റ് രീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പ്രോജക്റ്റ് രീതി, പ്രോജക്റ്റ് എന്ന ബോധന രീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പ്രവർത്തിച്ചു പഠിക്കുക. ജോൺ ഡൂയിയുടെ കോൺസെപ്റ്റ് ആണ് പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയം. ക്രിയാഗവേഷണം നടത്തുന്നത് എന്തിനാണ്? ക്ലാസ് മുറിയിൽ പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം നടത്തുന്നത്. ക്ലാസ് മുറിയിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിയാഗവേഷണം നടത്തുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, മുഷിച്ചില്ലെങ്കിൽ കൂടെ ഇരിക്കുക.
ഒന്നാമത്തെ ക്വസ്റ്റിന് ഒരു മൊഡ്യൂളിന്റെ വിനിമയത്തിന് ശേഷം അതിന്റെ പഠന പ്രവർത്തനങ്ങളെ വിലയിരുത്തി അധ്യാപകൻ രേഖപ്പെടുത്തുന്നുവെങ്കിൽ ആ രേഖയ്ക്ക് പറയുന്നതാണ് റിഫ്ലക്ഷൻ നോട്ട് അഥവാ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത്. ബ്രൂണറുടെ സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തി വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ ഭാഷ ഉപയോഗിച്ച് പഠിക്കുന്ന ഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയാം. നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിപാദനനായ ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഏകവ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡിയാണ്. വളരെ സാർവത്രികമായി കണ്ടുവരുന്ന ഒരു വികാസ വൈകല്യമാണ് ബുദ്ധി വൈകല്യം എന്ന് പറയുന്നത്. കുട്ടികളിലെ നൈതിക വികാസം അഥവാ സാൻമാർഗിക വികാസം സംബന്ധിച്ച പഠനം നടത്തിയത് ലോറൻസ് കോൾബർഗ്. സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് അനുപൂരക വിദ്യാഭ്യാസം അഥവാ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ്. ഒരു ഭൗതിക പ്രവർത്തനത്തിന് 3 തലങ്ങളുണ്ട്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോർഡ് ആണ്. +2 പരീക്ഷയിൽ പരാജയപ്പെട്ട വിനോദ് തന്റെ ചേട്ടന്റെ വിജയത്തിൽ തന്റെ വിജയം എന്നുള്ള രീതിയിൽ വാദോരാതെ സംസാരിക്കുന്നുവെങ്കിൽ അതാണ് താതാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ എന്ന പ്രതിരോധ തന്ത്രം. കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമാണ് ബുദ്ധി എന്ന് പറയുന്നത്. പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയം ഏത് ബോധന രീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? പ്രോജക്റ്റ് രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ക്രിയാ ഗവേഷണം നടത്തുന്നത് ക്ലാസ് മുറിയിലെ പെട്ടെന്നുള്ള പ്രശ്ന പരിഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ക്രിയാ ഗവേഷണം. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഒരു പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു, ഏകദേശം ഒക്കെ വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് എക്സ്പ്ലനേഷനും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഴുതിയെടുത്ത് പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.